മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ലോകപ്രശസ്തനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു വലിയ ലേഖനം വായിച്ചു. അദ്ദേഹം ഒരു രാജ്യത്തോടും പ്രത്യേക താല്പര്യമുള്ള ആളൊന്നുമല്ല, ഒരു രാജ്യത്തിനോടും എതിരുള്ള ആളുമല്ല. അന്തർദേശീയ സാമ്പത്തിക നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലോക ജനത, ലോക രാഷ്ട്രങ്ങള് ചൈന വളരുമ്പോൾ ഭയപ്പെടുന്നു, ഭാരതം വളരുമ്പോൾ സന്തോഷിക്കുന്നു. ഇത് അദ്ദേഹം പല സ്ഥലത്തും ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാരതം വളരുമ്പോൾ അവർക്ക് യാതൊരു ഭയവും ഇല്ല. ഭാരതത്തിന്റെ തൊട്ടു മുകളിലാണ് ഭൂഗോളത്തിൽ ചൈന ഇരിക്കുന്നത്. ചൈന വളരുമ്പോൾ അവർക്ക് വളരെയധികം ഭയം ഉണ്ടാവും. എന്താ ഇതിന് കാരണം? വളരെ ലളിതമായി പറഞ്ഞാൽ, ഭാരതം ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ഒരു രാജ്യത്തിനെയും സൈന്യശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടില്ല. ഒരു രാജ്യത്തിന്റെയും അധികാര കസേരയിലേക്ക് ഭാരതം നോക്കിയിട്ടില്ല. ഒരു രാജ്യത്തിലെയും ഭരണാധികാരികളെ താഴെ ഇറക്കാനോ അവഹേളിക്കാനോ നശിപ്പിക്കാനോ യുദ്ധം ചെയ്യാനോ ഭാരതം അങ്ങോട്ട് കയറി ആരംഭിച്ചിട്ടില്ല. അതല്ല മറ്റേ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചരിത്രം. എത്രയെല്ലാം രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് അസാധാരണ മസിൽ പവർ, അയേൺ ഫിസ്റ്റ് എന്നാ പറയാം, ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ രാജ്യം ഇന്ന് വളരുന്നുണ്ടെങ്കിൽ വളരുന്നത്. അവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല, അവിടെ ജനാധിപത്യവും ഇല്ല. തെറ്റുകളെ പച്ചയ്ക്ക് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള, ഡെമോക്രസിയുള്ള, ജനാധിപത്യമുള്ള, പ്രജാധിപത്യമുള്ള ഒരു രാജ്യത്തിനകത്ത് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ രാഷ്ട്രത്തിന് സ്വതസിദ്ധമായ ഒരു ചൈതന്യമുള്ള വേളയിൽ ഭാരതത്തിന്റെ വളർച്ച മറ്റൊരു രാജ്യത്തിന്റെയും തളർച്ചയ്ക്ക് കാരണമാവില്ല എന്ന് വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ഭാരതത്തിന്റെ വളർച്ചയെ ഭയപ്പെടാത്തത്. ചൈനയിലെ എന്തെല്ലാം മഹത്വം നമ്മുടെ നാട്ടിലുള്ളവർ പറയുന്നുണ്ടെങ്കിലും അവിടെ എങ്ങാനും നമ്മൾ ജനാധിപത്യത്തെ പോലെ സംസാരിച്ചാൽ പിന്നെ അയാൾ ഈ ലോകത്തിന് ജീവിച്ചിരിക്കില്ല എന്നുള്ളത് ലോക ജനതയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ചിന്തകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭാരതത്തിന്റെ വളർച്ചയും ചൈനയുടെ വളർച്ചയും ആരുടെ പക്ഷത്ത് നിന്നാലും ശരിയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഭാരതത്തിന്റെ വളർച്ച എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്. നമ്മൾ പ്രാർത്ഥിച്ചൊരു മന്ത്രമുണ്ട്. ആ പ്രാർത്ഥിച്ച മന്ത്രത്തിൽ സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും മംഗളകരമായിരിക്കണം, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം, എല്ലാവരും ഉജ്ജ്വലന്മാരായിരിക്കണം എന്നൊരു പ്രാർത്ഥന ഈ നാടിന്റെ ഭരണാധികാരികൾ മുതൽക്ക് ഈ നാടിന്റെ ഏറ്റവും ചുവട്ടില് ഉള്ളവനെന്ന് ആരെങ്കിലും ആ കാറ്റഗറിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുൾപ്പെടെ എല്ലാവരുടെയും ജീവിത ഭാഗമാണ്. അതുകൊണ്ട് നല്ല മനുഷ്യര് വളരുന്നത് കൊണ്ട് നല്ല മനുഷ്യർക്കും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. തിന്മ നിറഞ്ഞവരും തിന്മ നിറഞ്ഞ സമൂഹവും അല്ലെങ്കിൽ തിന്മ ഇംപ്ലിമെന്റ് ചെയ്ത് വളർച്ച കാണിക്കുന്ന രാജ്യങ്ങളും വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാവുക. നമുക്ക് തന്നെ അറിയാം, ചില വ്യക്തികൾ വളരുമ്പോൾ നമുക്ക് ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല. ചില വ്യക്തികൾ വളരുമ്പോൾ, ചില സംഘടനകൾ വളരുമ്പോൾ, ചില പ്രത്യേക വിഭാഗങ്ങൾ വളരുമ്പോൾ അത് കാണുന്നവർക്കും അതിനെക്കുറിച്ച് കേൾക്കുന്നവർക്കും ഭയം ഉണ്ടാവുന്നു. ഭയം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പുറകിൽ വേറൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം കൊണ്ടാണ് ഈ ഒരു രാജ്യം, ചൈന എന്ന രാജ്യം യഥാർത്ഥത്തിൽ വളരുമ്പോൾ വ്യാവസായികമായി പുരോഗമിക്കുമ്പോൾ അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഏതു തരത്തിലുള്ള ഭീഷണിയാകും എന്നൊരു ഭയം അനുനിമിഷം വളരെ അകലെയുള്ള രാജ്യങ്ങൾക്കും ഉള്ളതായിട്ട് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയും. ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഭാരതത്തെ വീണ്ടും ലോക ജനതയ്ക്ക് സമാധാനത്തിന്റെ രാജ്യമായിട്ട്,
വളർച്ചയുടെ നന്മയുടെ പ്രതീകം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന രാജ്യമായിട്ട്, മറ്റു രാജ്യത്തിൽ ദുഃഖിക്കുന്നവരെ സഹായിക്കുന്ന ഒരു രാജ്യമായിട്ട്, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിവുള്ള ഒരു രാജ്യമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. ഞാൻ ഇവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചല്ല പറയുന്നത്, രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ചൈതന്യമുള്ള ഈ രാഷ്ട്രത്തില് ഒരു മക്കളായിട്ട്, രാഷ്ട്രത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ ഈ സന്ദേശം ലോക ജനതയുടെ മുമ്പിൽ വെക്കാൻ എപ്പോഴെല്ലാം അവസരം കിട്ടുമോ അപ്പോഴെല്ലാം അത് ഉപയോഗിക്കണം. ആരാധ്യനായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഭാരതീയർക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. ഇതിന് പറയുന്ന പേര് തന്നെ ഹൈദരാബാദ് ലെക്ചർ എന്നാണ്. ഹൈദരാബാദിൽ അദ്ദേഹം പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടുകൂടി നടത്തിയൊരു പ്രഭാഷണമാണ്. പത്രക്കാർക്ക് വേണ്ടിയാണ് നടത്തിയത്. അതിൽ ഭാരതത്തിന്റെ മഹത്വം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനുള്ള അംബാസിഡേഴ്സായി മാറണം നിങ്ങളെന്ന് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം നിറഞ്ഞ ഹൃദയത്തോടുകൂടി പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട്. എബ്രഹാം ലിങ്കണിന്റെയും കെന്നഡിയുടെയും ജോർജ് വാഷിങ്ടണും ഒക്കെ ആവർത്തിച്ചൊരു വരിയുണ്ട്. അത് ഇദ്ദേഹം ആവർത്തിക്കേണ്ടായി. ഭാരതം നിങ്ങൾക്ക് എന്ത് നൽകി എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഭാരതത്തിന് എന്ത് നൽകി എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്ന് പറയേണ്ടായി അദ്ദേഹം ആ പ്രഭാഷണത്തിന്റെ അവസാനം പറഞ്ഞു, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശം ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ഇമെയിലായിട്ടും ഇന്റർനെറ്റ് വഴിക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ചെയ്യണം എന്ന് പറയേണ്ടായി. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭാരതത്തിന്റെ നന്മകൾ അത് ലോകമെമ്പാടും എത്തിക്കാനുള്ള ദൗത്യത്തില് നമ്മളെല്ലാം നമ്മളുടേതായ ഒരു കർത്തവ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കർത്തവ്യം നമ്മൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാരതീയരാവുന്നത്. രോഗം വന്ന അമ്മയെ ചികിത്സിക്കുമ്പോഴാണ് പുത്രൻ പുത്രധർമ്മം ചെയ്യുന്നത്. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാവുമ്പോൾ അത് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ധർമ്മം ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുന്ന വേളയിലാണ് നമ്മൾ സമൂഹ ധർമ്മം ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മകൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ രാഷ്ട്രധർമ്മം ചെയ്യുന്നത്. ആ രാഷ്ട്രധർമ്മം വ്യക്തികൾക്ക് ചെയ്യാൻ ഇന്ന് അത്യന്താധുനിക ശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്വം എല്ലാ സ്ഥലത്തും എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ പ്രണാമം, നമസ്കാരം.